ഹലോ! അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും കണ്ണൻകുട്ടൻ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു ഉമ്മയും ബായിയൊക്കെ പറഞ്ഞിട്ട് ആളിതാ ബാക്കിയുള്ളവരോടൊക്കെ യാത്രയും ഉമ്മയൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ ആദിക്കുട്ടനും അവിടെ നിൽപ്പുണ്ട്. അമ്മയും ചേച്ചിയും കൂടെ രാവിലെ തന്നെ ബാഗി പാൻറ് തപ്പിലാണ് കേട്ടോ. അവന് 2, 3 എണ്ണതേ ഉള്ളൂ ബാഗി പാൻറ്. പക്ഷെ അവൻ ഇന്നും ബാഗി പാൻറ് വേണമെന്ന് പറഞ്ഞിട്ട് വെറും പാൻറ്റല്ല ബാഗി പാൻറ് തന്നെ വേണം. അവൻ്റെ അളവിനുള്ളത് അങ്ങനെ കിട്ടാറുമില്ല. അപ്പൊ സാധാ പാൻറ് ഒത്തിരി ഉണ്ട്. പക്ഷെ ആൾക്ക് ആ ബാഗ് തന്നെ വേണം. എങ്കിലേ അംഗനവാടി പോകുന്നുള്ള വാശിയിലാണ്. അവനറിയാം അത് കിട്ടത്തില്ലെന്നുള്ളത്. അങ്ങനെ കുറച്ച് സമയം എൻ്റെ കൂടെ വന്ന് കിടന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് അംഗനവാടി പോകുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് എൻ്റെ കൂടെ കിടക്കുമായിരുന്നു. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് തപ്പി തപ്പി കണ്ണൻ്റെ പഴയ ഒരു ഏകദേശം കാലൊക്കെ അങ്ങനെ വരുന്നൊരു ഇപ്പം അവന് ഷോർട്സ് ആയിട്ട് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ, പാൻറ്റൊന്നുമല്ല. അതെടുത്ത് കൊടുത്തു. ആൾക്കത് തൃപ്തിയായി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊക്കെ പോയി പല്ലൊക്കെ തേച്ചിട്ട് വന്നു. അപ്പോഴത്തേനും ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് കഴിക്കാൻ കേട്ടോ. അവർ രാവിലെ ചോറാണ് കഴിച്ചത്. തക്കാളിക്കറി ഉണ്ടുണ്ട്, അവർക്ക് ചോറ് മതി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് രാവിലെ എന്തെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തിയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് വേണം. അതെനിക്ക് നിർബന്ധമാണ്. അപ്പം പുട്ടായിരുന്നു ഇന്ന് ഉണ്ടാക്കിയത്. പുട്ടും ഏത്തയ്ക്ക പുഴുങ്ങിയത്. എനിക്ക് ഏത്തയ്ക്ക പുഴുങ്ങിയത് ഇഷ്ടമില്ല. പഴം മറ്റേ നമ്മുടെ സാധാ പഴമാണ് ഇഷ്ടം. അതിൻ്റെ ഒരു വൈറ്റ് എൻ്റെ മുഖത്ത്. എനിക്ക് കറിയും ഇഷ്ടമില്ല. അപ്പം ഞാൻ അതൊക്കെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാണ് കഴിക്കുന്നത്. പിന്നെ നല്ല മഴയാണ്. മഴ കാരണം ഒന്നും ചെയ്യാനൊരു തോന്നലേ ഇല്ല. എണീക്കാനേ തോന്നുന്നില്ലായിരുന്നു കേട്ടോ. ഞാൻ വെളുക്കാറൊക്കെ ആയപ്പോഴാണ് ഒന്ന് ഉറങ്ങുന്നത്. എനിക്ക് രാത്രി ഉറക്കവുമില്ല. അതുകൊണ്ട് എനിക്കിട്ട് അങ്ങനെ വഴക്കൊന്നും ഈ സമയത്ത് കിട്ടത്തില്ല. പക്ഷെ നേരത്തെ ആയിരുന്നെന്നുണ്ടെങ്കിൽ നല്ല ചീത്തവിളി കേട്ടേനെ. പക്ഷെ ഇപ്പം അങ്ങനെ കേൾക്കുന്നില്ല. അങ്ങനെ പുട്ടായിരുന്നു, അത് കഴിച്ചു. അന്നേരത്തേനും ആദ്യക്കുട്ടൻ ബാഗൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ആൾക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നേരം തന്നെ പോകണം. പിന്നെ വെയിറ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല. പിന്നെ മൈൻഡ് മാറുന്നതിന് മുന്നേ പെട്ടെന്ന് അച്ചാച്ചൻ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. ആൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല, ഇവിടെ എന്തായാലും ഇരുത്തൂലെന്ന് അറിയാം. അങ്ങനെ എന്തായാലും പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു ഉമ്മയൊക്കെ തരാൻ പറഞ്ഞു. അങ്ങനെ എനിക്കൊരു ഉമ്മയൊക്കെ തന്നു. വാവേനോടും യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് ആള് പോകുന്നത്. ഞാൻ വൈകുന്നേരം വേഗം വരാം, എനിക്ക് ബബിൾക്കം വാങ്ങി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആള് പോയത്. അങ്ങനെ അച്ചാച്ചൻ കൊണ്ടുവിടാൻ വേണ്ടി പോയി. മഴ തോരുന്ന ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല മടിയായിരുന്നു. പിന്നെ ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറിച്ച് കുറച്ച് സമയം പുസ്തകമൊക്കെ വായിച്ച് പിന്നെ ഞാനും അവളും കൂടെ കുറേ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് റീൽസ് എല്ലാം കണ്ട് സമയം ഇങ്ങനെ തള്ളി നീക്കി കേട്ടോ. പണിയെന്ന് പറയാനൊന്നുമില്ല, കാരണം രാവിലെ എല്ലാം അമ്മയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ കുളിക്കാനായിരുന്നു. തണുപ്പ് കാരണം അതും പറ്റിയില്ല. അങ്ങനെ പറഞ്ഞ് ഉച്ചയായി. അപ്പോഴത്തേനും നല്ല ചോറും തക്കാളി തീയലും പിന്നെ ക്യാബേജും നമ്മുടെ ക്യാരറ്റും കൂടെ തോരൻ വെച്ചതുണ്ടായിരുന്നു. പിന്നെ ഈ മീനിൻ്റെ പേരെനിക്കറിയത്തില്ല, എന്തോ ഒരു മീൻ വറുത്തതുണ്ടായിരുന്നു. പിന്നെ പുളിയച്ചാറുണ്ടായിരുന്നു. പിന്നെ പച്ച നങ്ക് വറുത്തതുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഇന്നലെ വറുത്തപ്പം ഞാൻ കൂട്ടിയില്ല. അപ്പം അമ്മ എനിക്ക് ഉച്ചയ്ക്ക് വേണ്ടി ഒരെണ്ണം വറുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം ഇങ്ങനെ ഇരുന്നു. മഴയൊന്ന് തോർന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നേരെ ചേട്ടായിൻ്റെ വീട്ടിലോട്ട് പോയി മേളിൽ. അപ്പോഴത്തേനും അവൾ ആദ്യക്കുട്ടനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ആൾ അംഗനവാടിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റത്തേന് ആരോടും വലിയ മൈൻഡൊന്നും ചെയ്യത്തില്ല. ഭയങ്കര പവറും ജാടയൊക്കെ കാണിച്ച് നിൽക്കും. നമ്മൾ പിന്നെ കൊഞ്ചിക്കണം, ആ മോനെ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒക്കെ ചോദിച്ചെങ്കിൽ മാത്രമേ ആളൊന്ന് ഉഷാറായിട്ട് വരത്തുള്ളൂ. അങ്ങനെ ആൾ അംഗനവാടിയിൽ നിന്ന് വന്നപ്പോൾ ചോക്കും പിന്നെ അതേപോലെ തന്നെ അവിടെ നിന്ന് അവൽ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതൊന്നും കഴിച്ചില്ല. ആൾ ഇങ്ങനെ എല്ലാവർക്കും കൊണ്ട് വിതരണം ചെയ്യുമായിരുന്നു. എനിക്കാണ് ഫസ്റ്റ് ചെയ്യുന്നത്, കാരണം കുഞ്ഞാവയ്ക്ക് ആദ്യം കൊടുത്തിട്ട് ആൾ എന്തും കഴിക്കുകയുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ അപ്പോഴത്തേനും അവൾമാർ കാപ്പി ഇട്ടുകൊണ്ട് വന്നു കേട്ടോ. എനിക്ക് കാപ്പി കുടിച്ച് നെഞ്ചെരിയും, അതുകൊണ്ട് എനിക്ക് വേണ്ടായിരുന്നു. ബാക്കി എല്ലാവരും കുടിച്ചു. നല്ല മഴയും നല്ല രസമായിരുന്നു. എല്ലാവരും കൂടി ഇങ്ങനെ ഒന്ന് ചെന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അപ്പോഴത്തേനും ആളും നല്ല ഉഷാറായി. പിന്നെ കളിയൊക്കെ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞ് ഒരു 5:15 ആയപ്പോഴത്തേനും കണ്ണൻകുട്ടൻ വന്നു കേട്ടോ. അങ്ങനെ അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് റോഡിൽ പോയി നിൽക്കുവാണ്. അപ്പോൾ തന്നെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് അത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാണ് ആദ്യൻ്റെ തലയിൽ ഇരിക്കുന്നത്. അതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ചെറിയൊരു മഴയുണ്ടായിരുന്നു. അപ്പോൾ ആൾ അതും തലയിൽ വെച്ചുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ കണ്ണനും വന്നു. നല്ല രസമായിരുന്നു. സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ പിന്നെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം അവൻ്റെ യൂണിഫോം ഒരു ഷോർട്സ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇന്ന് കളർ ഇട്ടത്. അങ്ങനെ നല്ല പഴുക്കാറായ ചക്ക ഉണ്ടായിരുന്നു, അതൊക്കെ തിന്നു. എന്നിട്ടും മഴയ്ക്കൊരു മാറ്റവും ഇല്ലായിരുന്നേ. രാവിലെ തുടങ്ങിയ മഴയാണ്. ഭയങ്കര തണുപ്പുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുളിക്കാനൊക്കെ ആണെന്ന് ഭയങ്കര മടിയായിരുന്നു. പിന്നെ അമ്മ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തലയിൽ എണ്ണയൊക്കെ തേക്കുമായിരുന്നേ. അച്ചാച്ചനും ഉണ്ട്. അപ്പം അച്ചാച്ചൻ മഴയെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും എന്താ ആദ്യയുടെ അഭ്യാസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും അവനോടാണ്, ഇല്ലെങ്കിൽ
ഭയങ്കര മെനയാണ്. കണ്ണനെ പഠിപ്പിക്കാനും ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഓട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല മഴയാണല്ലോ, അപ്പോൾ ഇങ്ങനെ ഓട്സ് ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്കും അച്ചാച്ചനും ഞാൻ ഓട്സ് ഉണ്ടാക്കുവാണേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു വീഡിയോ. ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഞാൻ അങ്ങനെ വെറുതെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ബൈ.